ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ഭാരതവും ഓസ്ട്രേലിയയും തമ്മിൽ ധാരണ. ശാസ്ത്ര ഗവേഷണങ്ങളിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ ചാൻസലർ കാൾ നെഹ്മറും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷവും ഉക്രൈൻ വിഷയവും ചർച്ചയായതായി കാൾ നെഹ്മർ പറഞ്ഞു. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്നാണ് സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇരു രാജ്യങ്ങളും വിശദീകരിച്ചത്? തീർച്ചയായും സുരേഷ്, ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായൊരു ബന്ധം നിലനിർത്തേണ്ടതിൻ്റെ അടിസ്ഥാന തത്വം തന്നെ കാലാവസ്ഥാ മാറ്റം, അതുപോലെ തന്നെ ഭീകരത എന്നീ വിഷയങ്ങളിലൂന്നിയാണ് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. നമുക്കറിയാവുന്നതാണ്, സോളാർ അലയൻസ് അതുപോലെ തന്നെ ബയോഫ്യൂവൽ അലയൻസ് എന്നീ രംഗങ്ങളിലെല്ലാം തന്നെ ഭാരതത്തിൻ്റെ ഒരു മുൻകൈ G20 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിലുണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന ഒരു മുൻകൈ എടുത്ത ആ ഒരു ഭാരതത്തിൻ്റെ നീക്കം പരസ്പര സഹകരണത്തിലുണ്ടാകണമെന്നൊരു ധാരണയാണ് ഉണ്ടായത്. സ്വാഭാവികമായും സോളാർ അലയൻസിൻ്റെയും അതുപോലെ തന്നെ ബയോഫ്യൂവൽ അലയൻസിൻ്റെയും എല്ലാം രംഗങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനും അത് സംബന്ധിച്ച ഗവേഷണങ്ങൾ നടത്താനും ഇന്നോവേറ്റീവ് ഐഡിയകൾ പങ്കുവയ്ക്കാനുമുള്ള ധാരണയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടത്. മാത്രമല്ല, ഇത്തരം വിഷയങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ഓസ്ട്രിയ തയ്യാറെന്ന് ചാൻസലറും വ്യക്തമാക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഈ അന്വേഷണത്തിൽ നിന്നും ഈ ചർച്ചയിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാവുന്നത് വരുംകാല ഇന്ധന നിർമ്മാണത്തിൽ, വരുംകാല ഇന്ധന രൂപീകരണത്തിൽ, സഖ്യരൂപീകരണത്തിൽ ശക്തമായൊരു സാന്നിധ്യമാകാൻ ഓസ്ട്രിയയ്ക്ക് സാധിക്കുന്നതെന്ന് തന്നെയാണ്. അതുതന്നെയാണ് ഈ സന്ദർശനത്തിൻ്റെ പ്രസക്തിയുമെന്ന് വിലയിരുത്തപ്പെടുന്നു. കാരണം 40 വർഷത്തിന് ശേഷമാണ്, അതായത് 41 വർഷത്തോടടുക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിച്ചിട്ട്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം നരേന്ദ്രമോദിയാണ് ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. സ്വാഭാവികമായും ഈ സന്ദർശനത്തിൻ്റെ കാലാവധി ഇത്രയും വലിയൊരു കാലയളവിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സാധ്യതകൾ തന്നെ അവിടെ തുറന്നു കിട്ടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജകീയമായൊരു സ്വീകരണം നേരത്തെ തന്നെ നരേന്ദ്രമോദിക്ക് ഓസ്ട്രിയ നൽകുകയും ചെയ്തു. ഇതിൽ നിന്നെല്ലാം തന്നെ സൂചിപ്പിക്കപ്പെടുന്നത് വളരെ കൃത്യമായ നയതന്ത്ര ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിൽ തുടരണമെന്ന് തന്നെയാണ്. മറ്റു പ്രധാന വിഷയങ്ങൾ, അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ചയായത്, യുക്രൈൻ യുദ്ധം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായി, പശ്ചിമേഷ്യയിലെ സംഘർഷവും ചർച്ചയായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. മറ്റൊരു പ്രധാന ചർച്ച അല്ലെങ്കിൽ പ്രധാന നടപടിക്രമം ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായത് ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ടു ബിസിനസ് മീറ്റുകളാണ്. അപ്പോൾ 40ഓളം CEOമാർ ബിസിനസ് മീറ്റിൽ പങ്കെടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ 40ഓളം പേരും ഇത്തരത്തിൽ വാണിജ്യ രംഗത്തെ സഹകരണത്തിനുള്ള ശക്തമായ നീക്കങ്ങൾ നടത്തുന്നതിനുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ തലത്തിലുള്ള ചർച്ചകളും മറ്റു പരിപാടികളും രാഷ്ട്രപതിയുമായും അതുപോലെ തന്നെ ചാൻസലറുമായും നടന്നു എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. എന്തുതന്നെയായാലും പ്രതീക്ഷിച്ചതിലേറെ പ്രയോജനകരമായിരുന്നു സന്ദർശനമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സുരേഷ്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.